ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഉണ്ണിയപ്പം തയ്യാറാക്കുകയാണ്. മലയാളികൾക്കേറെ ഇഷ്ടപ്പെടുന്ന ഉണ്ണിയപ്പമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. കാണുമ്പം തന്നെ അറിയാം. 2 ഗ്ലാസ് പച്ചരി ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം രാവിലെയാണ് അരയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഈ ഗ്ലാസ്സിലാണ് 2 ഗ്ലാസ് ഇട്ടിരിക്കുന്നത്. 4 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്, 2 പാളയംകുടം പഴം, തേങ്ങ കൊത്തി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനെടുക്കാം. 1 ടേബിൾ സ്പൂണ് എള്ള, 1/2 ടീസ്പൂണ് ഗോതമ്പ് പൊടി, 1/2 ടേബിൾ സ്പൂണ് റവ, 6 ഏലക്ക, ശർക്കര. ഇനി നമുക്ക് പാനിയാക്കി എടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഞാനിത് പാനിയാക്കി എടുക്കുന്നത്. ഞാനിത് പാനിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. തണുത്താണ്. ഇതൊരു അരിപ്പ് വെച്ചൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. നമുക്ക് ഈ അരി 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അരിയെല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ളത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി ആയാലും നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയാകത്തില്ല. അപ്പം കുറേശ്ശെ വേണം അരച്ചെടുക്കുക. ഒരു ബൗളിലേക്ക് ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം. ഏലക്ക ആണ് അരയ്ക്കുന്നതെങ്കിൽ ഈ അരിയൊക്കെ അരയ്ക്കുന്ന സമയത്ത് തന്നെ ഏലക്കായും അരയ്ക്കുക. പൊടിയാണെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി. ബാക്കി ഇരിക്കുന്ന അരിയും ഇതുപോലെ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. അത് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ തരിതരിപ്പോട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് പാളയംകുടം പഴം കൂടെ ഒന്ന് അരച്ചെടുക്കണം. അത് നമുക്കൊന്ന് പൊളിച്ച് അരിഞ്ഞിടാം. ചെറുതായിട്ട് അരിഞ്ഞിട്ടതിന് ശേഷം പാനി ഒഴിച്ച് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. അത് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ബാറ്ററിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്ന ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. റവ ഇട്ട് കൊടുക്കുന്ന ഒരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയാണ് റവ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇച്ചിരി കൂടെ ലൂസ് ആകാനായിട്ടുണ്ട് ബാറ്റർ. ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് ലൂസാക്കി എടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ബാറ്റർ നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബാക്കി ഇത്രയും ശർക്കര പാനി ഇരിപ്പുണ്ട്. ഇത് നമുക്ക് അടച്ചെടുത്ത് വയ്ക്കാം. ബാറ്റർ നമുക്ക് അടച്ചു വയ്ക്കാം. ഞാനൊരു 6 മണിക്കൂറിന് ശേഷമാണ് ഈ ബാറ്റർ തുറന്ന് നോക്കുന്നത്. ബാറ്ററൊക്കെ നല്ല പുളിച്ച് വന്നിട്ടുണ്ട്. കാണുമ്പം തന്നെ അറിയാമല്ലോ, നല്ല പൊളിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കുറുവിയാണ് ഇരിക്കുന്നത്. ഇനി അല്പം ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം. നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ തണുപ്പായതുകൊണ്ട് ഞാൻ പുറത്താണ് വെച്ചിരുന്നത്, അതുകൊണ്ടാണ് അത് കുറുവിയിരിക്കുന്നത്. ഇനി ഗ്യാസ് കത്തിച്ചൊരു ചീനച്ചട്ടി അടുപ്പി വെച്ച് കൊടുക്കാം. 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്തെല്ലാം ഞാൻ വറുത്തു. ഇനി എള്ളിട്ട് കൊടുക്കാം. ഞാൻ ചെറിയ തീയിലാണ് ഇനിയും വെച്ചിരിക്കുന്നത് ഈ എള്ള് വറക്കാനായിട്ട്. എള്ളും ഇവിടെ മൂത്ത് വിട്ടിട്ടുണ്ട്. ഇനി ആ ബാറ്ററിലേക്ക് ഇതെല്ലാം അങ്ങ് ചൂടോടെ ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോട് തന്നെ നമുക്ക് ഇളക്കിയും കൊടുക്കണം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കാം. ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുഴിയിലേക്ക് പകുതി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ കുഴിയിലും ഇതുപോലെ നെയ്യ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട, വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഇനി ബാറ്ററെല്ലാം ഒഴിച്ചു കൊടുക്കാം.
എല്ലാ കുഴിയിലും ഒഴിച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ തീ കൂടി ഇരുന്നാൽ പെട്ടെന്ന് കളറ് വരും, വെന്തെന്ന് തോന്നും, ഉള്ളൊന്നും വേഗത്തില്ല. അതുകൊണ്ടാണ് ചെറിയ തീ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു വശം വെന്തതിന് ശേഷം നമുക്കിത് തിരിച്ചിടാം. ഒരു ഫോർക്കോ ഓരോ സ്റ്റിക്കോ വെച്ച് വേണം ഇത് തിരിച്ചിടാനായിട്ട്. എല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാമേ. എല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് വെന്തില്ലെങ്കിൽ നമുക്ക് ഈ എണ്ണയിൽ തന്നെ തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റിക്ക് വെച്ച് ഇതെല്ലാം എടുക്കാം. ഞാനൊരു അരിപ്പയിലോട്ടാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ബാറ്ററും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കാം. എല്ലാം കുഴിയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു വശം വേകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇതും വെന്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, കമൻ്റ് ഇടുക. ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.